ഗൈസ് പത്രമാരുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനിയുടെ ഫ്രണ്ടിനെ കാണുമ്പോൾ പറയുവാണ്, ആദ്യത്തെ രണ്ടും വെറും വേസ്റ്റായിട്ടുള്ള മരുമക്കളായിരുന്നു, അതുങ്ങളെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് നവ്യ ഇതൊക്കെ കേട്ടുകൊണ്ട് വരുന്നത്. നവ്യ പറയുകയാണ്, ഞങ്ങളുടെ വില എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഞങ്ങൾ ആ വീട്ടിലെ മരുമക്കളാണെന്നൊരു സംശയവും. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുവാണ്. അതേസമയത്ത് കനക പറയാണ്, ഞങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വലിയ ആൾക്കാരായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ സാധാ മനുഷ്യജീവികളാണെന്നുള്ള ഇതെങ്കിലും വേണം എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് നവ്യ പറയാണ്, പിന്നെ നിങ്ങൾ ഈ മരുമോൾ കുറേ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിന് 100 ഇരട്ടി നയന ഡിസൈൻ ചെയ്ത് അനന്തപുരിക്കാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനിയുടെ കൂട്ടുകാർ പറയുകയാണ്, അത് ശരിയാണ്, നയനെപ്പറ്റി ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തായാലും അതൊരു ഭാഗ്യം തന്നെയാണെന്ന് പറയുമ്പോഴും ദേവയാനി പുച്ഛിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എന്തു ഭാഗ്യം എന്ന് പറഞ്ഞ്. അതേ സമയത്ത് നന്ദു ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകളുമായിട്ട് ഇങ്ങനെ വഴി കൂടെ നടക്കുവാണ്, ഒരു ദിശയില്ലാതെ നടക്കുവാണ്. ഒരു തോടിൻ്റെ അവിടെ ചെല്ലുമ്പം ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് ചിന്തിക്കുവാണ്, ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്നൊക്കെ ഓർത്ത് ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് താഴോട്ട് തന്നെ നോക്കി നിൽക്കുവാണ്. അതേ സമയത്ത് അനിയുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ട്, നന്ദു നന്ദുവിനെ കാണുന്നില്ലോ എന്ന് പറയുമ്പം അവരും പറയുന്നുണ്ട്, ഇപ്പോഴും നീ നന്ദുവിനെക്കുറിച്ച് തന്നെ ഓർത്തിരിക്കുകയാണോ, അതൊക്കെ വിട്ടേക്ക് മറന്നേക്ക് എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ ആദർശ് പറയുകയാണ്, എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുക വാ അനി എന്ന് പറഞ്ഞ് അനിയനെ മണ്ഡപത്തിലോട്ട് സ്വീകരിച്ചിരുത്തുവാണ് കേട്ടോ. അങ്ങനെ അനി മണ്ഡപത്തിലിരിക്കാൻ നേരത്ത് ദേവയാനി പറയുവാണ്, നിൻ്റെ ഭാര്യനെ നോക്കുക, അവൾക്കിതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എന്തിനമ്മ എപ്പോഴും അവളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവളതൊന്നും ആയിരിക്കുമല്ലോ ഓർക്കുന്നത്, പിന്നെ ചുമ്മാ എന്തിനാണ് അനാമികയുടെ വീട്ടുകാരെയും കൂടെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അറിയിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, എത്ര മറച്ചു വെച്ചാലെന്താ, അറിയണ്ടോക്കെ എന്നാണേലും എല്ലാവരും അറിയും എന്നൊക്കെ പറയുവാണ്. അതേസമയത്ത് കനകയും ഗോവിന്ദനും ആകെ വിഷമിച്ചിരിക്കുവാണ് കേട്ടോ. നവ്യയും പറയുന്നുണ്ട്, നന്ദുവിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ആകെ വിഷമമാണ്. അപ്പോൾ നയനയും പറയുന്നുണ്ട്, എവിടെയാണോ നന്ദുവിനെ കാണുന്നില്ല, എനിക്കെന്തോ പേടിയാവുന്നു എന്ന് പറയുമ്പം ആദർശ് പറയാണ്, ഇപ്പോഴും അനിയുടെ മനസ്സിൽ നന്ദുവിനെ പറ്റിയാണ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, നന്ദു ഇതൊന്നും കാണാൻ കഴിയാണ്ട് എവിടെയെങ്കിലും മാറി നിൽപ്പുണ്ടായിരിക്കും എന്നൊക്കെ പറയുവാണ്. അതേസമയത്ത് ദേവയാനി പറയുവാണ്, രേവതി നമുക്ക് മോളെ കൂട്ടാൻ പോകാമെന്നും പറഞ്ഞ് നേരെ പോവുകയാണ് കേട്ടോ, അനാമികേനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് രേവതി പറയുകയാണ്, എന്താണെന്നറിയത്തില്ല, അനിയുടെ മുഖത്ത് ആരോ അടിച്ചോലൊരു പാടെന്ന് പറയുമ്പം ദേവയാനി പറയുക, ആരും അടിച്ചിട്ടൊന്നുമില്ല, ഡോർ വന്ന് തട്ടിയതാ എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും രേവതി വരുന്നുണ്ട്, പക്ഷേ കണ്ടാൽ ആരോ അടിച്ചതായിട്ടേ തോന്നുള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അനാമിക പറയുകയാണ്, അതിന് അനിയനെ ആരടിക്കാനാ എന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി പറയും, അത് നിനക്കറിയാമല്ലോ, അത്രയ്ക്ക് നല്ല സ്വഭാവമാണ്, എന്തായാലും വാ എന്ന് പറഞ്ഞ് ദേവയാനി കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ അനാമികനെ. അനാമിക അങ്ങനെ വിളക്കൊക്കെ ആയിട്ട് വരുവാണ്. എല്ലാവർക്കും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. ജാനകി പറയുന്നുണ്ട്, അവളെ എവിടെയെങ്കിലും കാണുന്നില്ല, കണ്ണ് വെച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിക്കുക എന്നായിരുന്നു എൻ്റെ ടെൻഷൻ എന്ന് പറയുകയാണ്. ആ സമയത്തൊന്നും അനി എവിടെയല്ല കേട്ടോ ശ്രദ്ധിക്കുന്നത്, നന്ദു എവിടെയാണെന്ന് ആ മണ്ഡപത്തെ ഫുള്ള് കണ്ണ് വെച്ച് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. അനാമിക വിളക്കൊക്കെ ആയിട്ട് വന്ന് മണ്ഡപത്തിൽ തൊഴുതിട്ട് എല്ലാവരെയും നമസ്കരിച്ചിട്ട് അനിയുടെ അപ്പുറം വന്നിരിക്കുവാണ് കേട്ടോ. അനിയനെ ചെറുതായിട്ട് നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴും അനി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വട്ടം നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നന്ദുവിനെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉമേന്ദ്രനാണ്. ഉമേന്ദ്രൻ ഗുണ്ടകളോട് പറയും, നീയൊക്കെ ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്, നിന്നോടൊക്കെ ഞാൻ മണ്ഡപത്തിൻ്റെ അവിടെ പോയി നിൽക്കാനല്ലേ പറഞ്ഞേ, ഇനിയിപ്പം നിൻ്റെയൊക്കെ ബൈക്കിൽ പോകുന്നതിലും സ്പീഡിൽ എൻ്റെ കാറിൽ അവിടെ ചെല്ലാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവരോട് കയറാൻ പറയുവാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ ജലജ പറയുവാണ്, ഇപ്പോഴാണ് ഒരു സമാധാനമായത്, ഈ വീടിന് യോജിച്ച മരുമക്കൾ വന്നു അല്ലേ എന്ന് നമ്മുടെ ദേവയാനിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, നന്ദുവിനെ കാണുന്നില്ലോ എന്ന് പറയുമ്പോഴേക്കും ആദർശേട്ടൻ പറയുവാണ്, നീ പേടിക്കണ്ട, അവളിവിടെ എവിടെയെങ്കിലും കാണും, നീ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ്. അതിന് ജാനകി പറയുന്നുണ്ട്, അവളെ കാണുന്നില്ല, സമാധാനമായി എന്നൊക്കെ പറയുമ്പോൾ അജയും പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക, ഇനി ഇതൊക്കെ ഏടത്തിയും കൂടെ അറിയിക്കണ്ട, ഇനി വീട്ടിൽ കുടുംബകലഹം ഉണ്ടാക്കാനല്ല നമ്മൾ നോക്കണ്ടേന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ ഉമേന്ദ്രൻ മണ്ഡപത്തിൻ്റെ അവിടെ എത്തുവാണ്. എന്നിട്ട് പറയുകയാണ്, പക്കമേളമൊക്കെ കേൾക്കുന്നുണ്ട്, അപ്പോൾ ഇനിയും കല്യാണത്തിന് 4-5 മിനിറ്റ് കൂടെ എന്തായാലും കാണാതിരിക്കുമല്ല എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വേണുവിനെ വിളിക്കുവാണ് കേട്ടോ. വേണു ആണെങ്കിൽ ഉമേന്ദ്രൻ്റെ കോള് കാണുമ്പോഴേക്കും ആകെ ടെൻഷൻ അടിച്ച് പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എടുക്കണ്ടെന്ന് പറയുവാണ്. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, എടുക്കാതിരുന്ന അവൻ ഇങ്ങോട്ട് കയറി വരും, അതിൻ്റെ ആവശ്യമുണ്ടോ, ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ഇപ്പം വരാമെന്ന് പറയുവാണ് കേട്ടോ. കഴിയുമ്പോൾ
വേണു എല്ലാവരോടും പറയുകയാണ് ഇപ്പം വരാം, എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്, കുറച്ച് ദൂരം നിന്നാണ്, ഞാൻ അവനെ ഒന്ന് കൂട്ടിയിട്ട് വരാമെന്നും പറഞ്ഞ് നേരെ വേണു അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് അനാമിക. കഴിയുമ്പോൾ വേണു അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഉമേന്ദ്രൻ പറയുന്നുണ്ട്, നീ നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി, ഇന്ന് നിനക്ക് തരാൻ പറ്റുമോ ഇല്ലയോ എൻ്റെ കാശെന്ന് ചോദിക്കുക. അപ്പം വേണു പറയുന്നുണ്ട് ഇന്ന് പറ്റുമല്ല നാളെ തരാമെന്ന് പറയുമ്പോഴത്തേക്കും ഉമേന്ദ്രൻ പറയുന്നുണ്ട്, നീ നാളെ ഈ നാട്ടിൽ തന്നെ കാണും എന്നുള്ളതിൽ എനിക്ക് എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇന്ന് കിട്ടിയാൽ കിട്ടി. നിനക്ക് ഇവക്ക് ഈ സ്വർണം മേടിക്കുന്ന കാശിൻ്റെ പകുതി മതിയായിരുന്നല്ലോ എനിക്ക് തരാൻ. അപ്പം നിനക്ക് വേണമെങ്കിൽ കാശുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ വേണുവിൻ്റെ കുത്തിന് കയറി പിടിക്കുവാണ് കേട്ടോ. കുറേ നേരമായിട്ടും വേണുവിനെ കാണാതെ ആകുമ്പോഴത്തേക്ക് ആദർശ് പറയുകയാണ് ഞാനൊന്ന് പോയി നോക്കാം എന്ന് പറയുവാണ്. തിരുമേനി വരാം, ഇനി 5 നിമിഷമുള്ളൂ മുഹൂർത്തം തീരാൻ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അതേ സമയത്ത് അജയൻ പറയുന്നുണ്ട്, അത്രയ്ക്ക് അടുത്ത സുഹൃത്തായിരിക്കും അല്ലേ, അല്ലെങ്കിൽ പിന്നെ വേണു തന്നെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുമല്ലോ, അതും ഈ സമയത്ത് എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വേണുവിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ അനാമികയ്ക്കും രേവതിക്കും മാത്രം ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന അനാമികനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.